ബോർഡ് എക്സാം ഒക്കെ കാത്തിങ്ങനെ ഇരിക്കുന്ന ഒരു ടൈം ആയിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും ബയോളജിയിലെ കഴിഞ്ഞ 5 വർഷങ്ങളിലെ എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളിൽ +1 ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ബോട്ടണിയും സുവോളജിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും, ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ ബോട്ടണിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ സുവോളജിയും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ബോട്ടണിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ഡാർക്ക് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് അറ്റ് ഡാഷ് ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന്റെ എവിടെ വെച്ചിട്ടാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഗ്രാനയിലും ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത് എവിടെ വെച്ചാണ് നടക്കുന്നത്? സ്ട്രോമയിൽ വെച്ചിട്ടുമാണ് നടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, and choose the correct answer. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യണം. മോണോകോട്ട് സീഡ് കൺസിസ്റ്റ് ഓഫ് 1 large and shield shaped cotyledon known as alluron layer, scutellum, coleoptile, coleorhiza. യെസ്, ഇത് coleorhiza എന്നാണ് കേട്ടോ. യെസ്, coleorhiza. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? സ്ക്യൂട്ടെല്ലം അല്ലെ? സ്ക്യൂട്ടെല്ലം ആണ് എന്ത്? ആ ലാർജ് ആയിട്ടുള്ള ഷീൽഡ് ഷേപ്പിലുള്ള അല്ലെ, ഒരു ഷീൽഡ് പോലെ പരിചയ പോലെയുള്ള ഷേപ്പിലുള്ള എന്താണ് കോട്ടിലിഡൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ക്ലാസ് ഓഫ് ആൽഗെ ഈസ് കോമൺലി നോൺ ആസ് ബ്രൗൺ ആൽഗെ? മക്കൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. ഇപ്പോൾ ഒരു തവണ ബ്രൗൺ ആൽഗെ ചോദിച്ചാൽ അടുത്ത തവണ വേറെ ഏതെങ്കിലും ഇപ്പോൾ റെഡ് ആൽഗെ ചോദിക്കും. അപ്പോൾ ഏത് വേണമെങ്കിലും ചോദിക്കും. അപ്പോൾ ബ്രൗൺ ആൽഗെ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് എന്താണ്? ഏത് ഗ്രൂപ്പിലാണ്? ഫെയോഫൈസിയെ അല്ലെ? ഫെയോഫൈസിയെ ആണ് കേട്ടോ. ഫെയോഫൈസിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ കോമൺ ആയിട്ട് ബ്രൗൺ ആൽഗെ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. ഇനി which of these cell organelles is not covered by a membrane? മെംബ്രെയിൻ ഇല്ലാത്ത സെൽ ഓർഗനൽ ഏതെന്നാണ് ചോദിച്ചത്. ഗോൾജി ബോഡീസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, റൈബോസോംസ് ഉണ്ട്, വാക്യൂൾസ് ഉണ്ട്. നമുക്കറിയാം വാക്യൂളുകൾക്ക് എന്താണ്? ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. ഗോൾജി ബോഡീസിന് മെംബ്രെയിൻ ഉണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് നമുക്ക് എന്ത് കാണാം? മെംബ്രെയിൻ കാണാൻ പറ്റും. എന്നാൽ ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനലാണ് ഏത്? പ്രോട്ടീൻ സിന്തസിസിനൊക്കെ സഹായിക്കുന്ന നമ്മുടെ റൈബോസോമുകൾ എന്ന് പറയുന്നത്. സോ റൈബോസോം ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ദി ആൽഗൽ കോമ്പണന്റ് ഇൻ ദി ലൈക്കൻ ഇസ് നോൺ ആസ്. ഇതും ചോദിക്കും. ലൈക്കനിൽ കാണുന്ന ആൽഗൽ കോമ്പണന്റും ചോദിക്കാം, ഫംഗൽ കോമ്പണന്റും ചോദിക്കാം. ആൽഗൽ കോമ്പണന്റ് ആണെന്നുണ്ടെങ്കിൽ ഏതാണ്? ഫൈക്കോബയന്റ് അല്ലെ? ഫൈക്കോബയന്റ് എന്നുള്ളതാണ് ആൽഗൽ കോമ്പണന്റ് നമ്മൾ പറയുക. ഇനി ഫംഗൽ കോമ്പണന്റ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? മൈക്കോബയന്റ് എന്ന് പറയും. ഓക്കെ, ഫംഗൽ ആണെന്നുണ്ടെങ്കിൽ ഫംഗൽ കോമ്പണന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ മൈക്കോബയന്റ് എന്നായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെസ്പിറേറ്ററി കോഷ്യന്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇസ്. നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻ തന്നിട്ടുണ്ട്, ജസ്റ്റ് ചൂസ് ചെയ്താൽ മതി. കാർബോഹൈഡ്രേറ്റിന്റെ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത് ഇസ് 1. ഇനി ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ഓഫ് ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ആൽജിൻ എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗയിലാണെങ്കിൽ കരാജീൻ എന്ന് പറയുന്നത് എന്താണ്? റെഡ് ആൽഗെ. യെസ്, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് നിങ്ങൾ അത് എഴുതേണ്ട കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നെയിം ദ ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ഇൻ ദ ഫിഗർ. മക്കളെ അനാട്ടമിയിൽ നിന്നും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അനാട്ടമിയിൽ നിങ്ങൾക്ക് ഫിഗർ തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ തന്നിരിക്കുന്ന ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്താണ്? ഡിഫറെൻറ്റ് റേഡിയയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ? സൈലം ഒരു റേഡിയയിലാണെങ്കിൽ ഫ്ലോയം അടുത്ത റേഡിയസിൽ, ഇനി മറ്റേത് അടുത്ത റേഡിയസിൽ, അങ്ങനെ ഡിഫറെൻറ്റ് റേഡിയയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാസ്കുലർ ബണ്ടിലിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മൾ എന്ത് പറയും? റേഡിയൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയും. ഇനി നേരെ മറ്റേ സൈലും ഫ്ലോയും സെയിം റേഡിയസിൽ ആണെങ്കിൽ നമ്മൾ പറയും കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കണം. ഓപ്പൺ വാസ്കുലർ ബണ്ടിലും പഠിക്കണം, ക്ലോസ്ഡും പഠിക്കണം. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇൻ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം എന്തുണ്ടായിരിക്കും? കേമ്പിയം ഉണ്ടായിരിക്കും. ക്ലോസ്ഡ് ആണെങ്കിൽ ഉണ്ടായിരിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2022 റിസർവ് ഫുഡ് ഇൻ ഫെയോഫൈസിയെ. ഓൾറെഡി ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്, മാനിറ്റോൾ, സ്റ്റാർച്ച്, ആൽജിൻ. ഈസി ആയിട്ട് പറയാം ഏതാണ്? മാനിറ്റോൾ അല്ലേ? മാനിറ്റോൾ, ലാമിനാറിനും മാനിറ്റോളും ആണ് നമുക്ക് ഫെയോഫൈസിയിലുള്ള റിസർവ് ഫുഡ് എന്ന് പറയുന്നത്. വീണ്ടും കണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ലൈറ്റ് റിയാക്ഷൻ ഗ്രാനയിൽ വെച്ച് നടക്കുകയാണെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ എവിടെ വെച്ച് നടക്കും? സ്ട്രോമ അല്ലെ? ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു. നെയിം ദ പ്രോസസ് വിച്ച് ഇസ് കോമൺ ഫോർ ബോത്ത് എയറോബിക് ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ. രണ്ടിനും കോമൺ ആയിട്ടുള്ള പ്രോസസ് എന്ന് പറയുന്നത് ഏതാണ്? ഗ്ലൈക്കോളിസിസ് അല്ലെ? ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നതാണ്. ഇനി the site of dark reaction photosynthesis dash part of chloroplast. ഇത് എത്ര തവണ ചോദിക്കുന്നു അല്ലേ? ഏതാണ്? ഡാർക്ക് റിയാക്ഷൻ ആണെങ്കിൽ സ്ട്രോമ, ലൈറ്റ് റിയാക്ഷൻ ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഗ്രാന. ഇനി 2021 ക്വസ്റ്റ്യൻ നോക്കാം. ലൈക്കൻ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ വിത്ത് ഫംജി ആൻഡ് ആൽഗെ ആണെങ്കിൽ അസോസിയേഷൻ ഓഫ് ഫംജി വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സിനെ നമ്മൾ എന്ത് പറയും? അത്തരത്തിലുള്ള ഒരു മ്യൂച്വൽ ഇന്ററാക്ഷനെ നമ്മൾ എന്ത് പറയും? മൈക്കോറൈസ എന്ന് പറയും അല്ലേ? മൈക്കോറൈസ എന്ന് പറയും. ഓക്കെ, ഇതൊരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. രണ്ടുപേരും എന്താണ്? രണ്ടുപേർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു ഇന്ററാക്ഷൻ ആണ്.
DNA synthesis takes place in the dash phase of cell cycle. സെൽ സൈക്കിളിന്റെ ഏത് ഫേസിലാണ് DNAയുടെ സിന്തസിസ് നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറയാം ഏതാണ്, നമ്മുടെ എസ് ഫേസിൽ വെച്ചിട്ടാണ് DNAയുടെ സിന്തസിസ് എന്ന് പറയുന്നത് നടക്കുന്നുണ്ടായിരിക്കുക. Name the plant hormone which helps in the ripening of fruits. പഴങ്ങൾ പഴുക്കാൻ വേണ്ടിയിട്ട് അല്ലേ, റൈപ്പൻ ചെയ്യാൻ, ഫ്രൂട്ട്സ് റൈപ്പൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്ലാന്റ് ഹോർമോൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തിലിൻ. ഏത് ഹോർമോൺ പഠിക്കുമ്പോഴും അതിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം തന്നെ വായിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളടുത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഹോർമോൺ തന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും റാൻഡം ആയിട്ട് 4 ഫംഗ്ഷൻ ചോദിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഫംഗ്ഷൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിച്ചിട്ട് അത് ഏതാണ് ഹോർമോൺ എന്നും ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നും മിസ് ചെയ്യരുത്. ഇനി a flower having both gynoecium and androecium, gynoecium ഉണ്ട് androecium ഉണ്ട്, അത്തരത്തിലുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ എന്ത് പറയും? ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയും അല്ലേ. 2 ടൈപ്പ് ഓഫ് സെക്സ് ഓർഗൻസും സെയിം ഫ്ലവറിൽ തന്നെ കാണുകയാണെങ്കിൽ അത് എന്താണ്? ബൈസെക്ഷൽ ഫ്ലവർ, അല്ലെങ്കിൽ നമുക്ക് ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവർ എന്നൊക്കെ പറയാം കേട്ടോ. നെയിം ദ യൂണിസെല്ലുലാർ ഫംഗസ് യൂസ് ഫോർ മേക്കിംഗ് ബ്രെഡ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഈസ്റ്റ് അല്ലേ. ഈസ്റ്റ് ആണ് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് എന്ന് പറയുന്നത്. ഇനി 2020 ക്വസ്റ്റ്യൻസ് നോക്കാം. ചൂസ് ദി കറക്റ്റ് ആൻസർ. ദി ഓർഗനൽ നോൺ ആസ് പവർ ഹൗസ് ഓഫ് ദി സെൽ. ഇത്രയും ഈസി ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ചോദിച്ചതാണ്. പവർ ഹൗസ് ഓഫ് ദി സെൽ 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഏതാണ്? മൈറ്റോകോൺഡ്രിയ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. പക്ഷേ ഇത്രയും ഈസി ആയിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട കേട്ടോ. ഓക്കെ, ഇനി ചൂസ് ദ കറക്റ്റ് ആൻസർ. കാസ്പേരിയൻ സ്ട്രിപ്സ് ആർ പ്രസന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പല തവണയായിട്ട് മോഡലിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഡൈക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് സ്റ്റെം, ഡൈക്കോട്ട് ലീഫ്, മോണോക്കോട്ട് സ്റ്റെം. ഏതിലാണ് നമുക്ക് കാസ്പേരിയൻ സ്ട്രിപ്പുകൾ കാണാനായിട്ട് പറ്റുക? എൻഡോഡെർമിസിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാസ്പേരിയൻ സ്ട്രിപ്പുകൾ കാണുന്നത് ഡൈക്കോട്ട് റൂട്ടിലാണ്. ഓക്കെ, ഇനി ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. നെയിം ദി ഓർഗാനിസം. ജസ്റ്റ് നെയിം ചെയ്താൽ മതി. ഇതാരാണ്? യുഗ്ലീന അല്ലെ. യുഗ്ലിനോയിഡ്സിൽ വരുന്ന യുഗ്ലീനയാണ് ഈ തന്നിരിക്കുന്നത്. ഇനി observe the relationship between the first 2 terms and fill in the blank. മെറ്റാഫേസിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് കൈനറ്റോകോറിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഏത് ഫേസിലാണ് ക്രൊമാറ്റിഡുകൾ ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുന്നത്? അനാഫേസിൽ. ഓരോ ഫേസിലും നടക്കുന്ന ഇവന്റുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവന്റ്സ് തന്നിട്ട് ഏതാണ് ഫേസ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഓരോ ഫേസ് തന്നിട്ട് അതിലെ മേജർ ഇവന്റ്സ് ഏതാണെന്ന് തിരിച്ചും ചോദിക്കും. ഓക്കെ, അപ്പൊ അനാഫേസിൽ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് പോളുകളിലേക്ക് മൂവ് ചെയ്യുന്നു. യെസ്, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ബോട്ടണിയിൽ നോക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനിതാ നമ്മുടെ സുവോളജിയിലെ ബാക്കി 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പൊ അശ്വിനി മിസ് അതിനായിട്ട് വരും. ഓക്കെ, യെസ്. ഓക്കെ മക്കളെ, അപ്പൊ ബോട്ടണിയിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. മിസ് പറയുന്ന പോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചില ചോദ്യങ്ങൾ നമ്മൾ 1 മാർക്കിൽ കാണാറുണ്ട് അല്ലെ. ഇതേപോലെ തന്നെ സുവോളജിയിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ അല്ലെ, അതായത് 2024 ടു ബാക്കോട്ട്, അതായത് 2020 വരെ ചോദിച്ചിട്ടുള്ള എല്ലാ 1 മാർക്ക് ചോദ്യങ്ങളും നമ്മൾ ഇതാ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ചില ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം റിപ്പീറ്റ് ചെയ്തിട്ടാണ് ആ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഭാഗത്തിൽ നിന്നാണ് കൂടുതൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമല്ലേ. നിങ്ങൾക്ക് അറിയാലോ, 1 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് വേണം. കാരണം എന്താ? A+ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഫുൾ മാർക്ക് നഷ്ടപ്പെടാൻ ഈ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ തന്നെ ധാരാളമാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് 2024 ചോദിച്ച ചോദ്യങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിസ്റ്റം ഓഫ് പ്രൊവൈഡിംഗ് സയന്റിഫിക് നെയിം വിത്ത് 2 കോമ്പണൻസ് ഇസ് കോൾഡ് ആസ്. അതായത് സയന്റിഫിക് നെയിമിൽ നമുക്കറിയാം എത്ര കോമ്പണൻസ് ഉണ്ട്? 2 കോമ്പണൻസ് ഉണ്ട്. ഏതൊക്കെയാണത്? ജനറിക് നെയിം ഉണ്ട്, അതുപോലെ തന്നെ സ്പെസിഫിക് എപ്പിതെറ്റ് ഉണ്ട് അല്ലെ. ഓക്കെ, സ്പെസിഫിക് എപ്പിതെറ്റും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ 2 കോമ്പണൻസോട് കൂടിയുള്ള ആ ഒരു സയന്റിഫിക് നെയിമിംഗ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണടാ? ഇറ്റ് ഇസ് കോൾഡ് ആസ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇതിനെ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ. നിങ്ങളോട് ചോദിക്കും ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് എന്ന്. ചിലപ്പോൾ 1 മാർക്കിന് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? ദാറ്റ് ഈസ് കാൾ ലിനേഴ്സ് അല്ലെ. ആരാണടാ? ഫാദർ ഓഫ് ടാക്സോണമി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊപ്പോസ് ചെയ്തത് എല്ലാം ആര് തന്നെയാണ്? കാൾ ലിനേഴ്സ് അല്ലെ. നമ്മുടെ ലിനേഴ്സ് തന്നെയാണ്. ഇതും 1 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇസ് പ്രസന്റ് ഇൻ. വാട്ടർ വാസ്കുലർ സിസ്റ്റം നമ്മൾ എക്കൈനോഡെർമേറ്റയിൽ അല്ലേ ഈ ഒരു ഫീച്ചർ പഠിച്ചിട്ടുള്ളത് അല്ലെ. എക്കൈനോഡെർംസ് ആണ് എന്ത് കാണിക്കുക? വാട്ടർ വാസ്കുലർ സിസ്റ്റം കാണിക്കുക. വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണെങ്കിൽ ഇത് ഏത് ഫൈലത്തിന്റെ ഫീച്ചർ ആണടാ? ദാറ്റ് ഈസ് പോരിഫറ അല്ലെ. പോരിഫറ. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾ ആദ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ വാട്ടർ വാസ്കുലർ സിസ്റ്റം എക്കൈനോഡെർമേറ്റയുടെ ഫീച്ചർ ആണ്. അപ്പൊ ലീച്ച് ആനലിഡയാണ്. ലീച്ച് ആനലിഡയാണ്. നീറസ് ആനലിഡയാണ്. ഓക്കെ, ആനലിഡയാണ്. സ്റ്റാർ ഫിഷ് എക്കൈനോഡെർമേറ്റയാണ്. ഓക്കെ, പ്രോൺസ് ആർത്രോപോഡയാണ് അല്ലെ. പ്രോൺസ് ആർത്രോപോഡയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ്
സ്റ്റാർഫിഷ് അല്ലടാ. വാട്ടർ വാസ്കുലർ സിസ്റ്റം കാണിക്കുന്നത് ആരാണ്? സ്റ്റാർഫിഷ് ആണ്. നെയിം ദ ന്യൂക്ലിയോടൈഡ് ഫോം ഓഫ് ഗ്വാനിൻ. ഗ്വാനിന്റെ ന്യൂക്ലിയോടൈഡ് ഫോം ആണ്, ന്യൂക്ലിയോസൈഡ് ഫോം അല്ല, ന്യൂക്ലിയോടൈഡ് ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്വാനൈലിക് ആസിഡ് ആണ് കേട്ടോ. ഗ്വാനിന്റെ ന്യൂക്ലിയോടൈഡ് ഫോം ഏതാണ്? ഗ്വാനൈലിക് ആസിഡ്. ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ മസിൽ കോൺട്രാക്ഷൻ ഇസ് കോൾഡ് ആസ്. അതായത് മസിൽ കോൺട്രാക്ഷന്റെ ഫങ്ഷണൽ യൂണിറ്റ്, സ്ട്രക്ചറൽ യൂണിറ്റ് ഒക്കെ എന്താ? നിങ്ങൾക്ക് അറിയാലോ, രണ്ട് സക്സസീവ് ആയിട്ടുള്ള സെഡ് ലൈൻസിന്റെ ഇടയിൽ വരുന്ന പോർഷൻ അതാണ് സാർക്കോമിയർ അല്ലേ. മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ സാർക്കോമിയറിന്റെ ലെങ്ത് എന്ത് ചെയ്യും? ഷോർട്ടൻ ചെയ്യും. സോ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ കോൺട്രാക്ഷൻ ഇസ് കോൾഡ് ആസ് സാർക്കോമിയർ. എറിത്രോപോയിറ്റിൻ എ പെപ്റ്റൈഡ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ. ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്, ഹോർമോണിന്റെ പേര് എറിത്രോപോയിറ്റിൻ ആണ്. യെസ്, അപ്പൊ ഇതിനെ ഉണ്ടാക്കുന്നത് ആരാന്നാ ചോദിച്ചിരിക്കുന്നത്? അതായത് നമ്മുടെ ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ് അഥവാ ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ കിഡ്നി അല്ലേ, കിഡ്നി. ഓക്കെ, ചിലപ്പോൾ നിങ്ങളോട് ഒരു മാർക്കിന് ഇതിന്റെ ഫംഗ്ഷൻ ചോദിക്കുമല്ലോ. എന്താ ഫംഗ്ഷൻ? എറിത്രോപോയസിസ്. എറിത്രോപോയസിസ് ആണ് ഫംഗ്ഷൻ അല്ലെ. എറിത്രോപോയസിസ് എന്ന് പറയുന്നത് എന്താണെടാ? അതായത് ബോൺ മാരോയിൽ എന്ത് ഉണ്ടാക്കുക എന്നുള്ളത്? RBC ഫോർമേഷൻ അല്ലെ. RBC ഫോർമേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എറിത്രോപോയിസിസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് എന്തിന്റെ ഫംഗ്ഷൻ? പെപ്റ്റൈഡ് ഹോർമോൺ ആയിട്ടുള്ള എറിത്രോപോയിറ്റിന്റെ ഫംഗ്ഷൻ ഉണ്ടാക്കുന്നത് കിഡ്നിയിലുള്ള ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ് ആണ്. ഓക്കെ, 2023 ഒന്നാമത്തെ ചോദ്യം. നെയിം ദ എൻസൈം ദാറ്റ് ആക്സിലറേറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. റിപ്പീറ്റഡ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ തന്നിരിക്കുന്ന റിയാക്ഷനെ ആക്സിലറേറ്റ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കുക, റെസ്പിറേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ gives carbonic acid. ഈ കാർബോണിക് ആസിഡ് ആണ് H2CO3. ഇത് ഡിസോസിയേറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ബൈകാർബണേറ്റ് അയോണും H+ അയോൺസും ഫോം ചെയ്യുന്നു അല്ലെ. അപ്പൊ ഈ ഒരു റിയാക്ഷനെ ആക്സലറേറ്റ് ചെയ്യുന്ന എൻസൈം ആണ് കാർബോണിക് എൻഹൈഡ്രേസ്. വെരി ഇമ്പോർട്ടന്റ്, കാർബോണിക് എൻഹൈഡ്രേസ്. യെസ്, ഓക്കെ അല്ലേ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോളൂ കേട്ടോ. ദ ഡബിൾ വാൾഡ് മെംബ്രെയിൻ ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ഹാർട്ട്. അതായത് നമ്മുടെ ഹൃദയം അല്ലേ, നമ്മുടെ ഹൃദയത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദ ഡബിൾ ലെയേർഡ് മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് പെരികാർഡിയം. ഇറ്റ് ഈസ് കോൾഡ് ആസ് പെരികാർഡിയം. ഇതേ ക്വസ്റ്റ്യൻ ഒരു മാർക്കിന് നിങ്ങളോട് ലങ്സ് ചോദിക്കും. ലങ്സിനെ കവർ ചെയ്യുന്ന ഡബിൾ വാൾഡ് മെംബ്രെയിൻ എന്താ വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്ലൂറ അഥവാ പ്ലൂറൽ മെംബ്രെയിൻ. ഓക്കെ, അപ്പൊ പെരികാർഡിയം ഹാർട്ടിനെ കവർ ചെയ്യുന്നു, പ്ലൂറ ലങ്സിനെ കവർ ചെയ്യുന്നു. ഓക്കെ, സയന്റിഫിക് നെയിം ഓഫ് ലയൺ ഇസ് ഗിവൺ ബിലോ. വിച്ച് വൺ ഇസ് കറക്റ്റ്ലി റിട്ടൺ? ലയണിന്റെ സയന്റിഫിക് നെയിം ആണ് തന്നിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ട് എഴുതിയത്? അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ലയണിന്റെ സയന്റിഫിക് നെയിം പാന്തറ ലിയോ ആണ്. പാന്തറ എന്ന് പറയുന്നത് ജനറിക് നെയിം ആണ്, ആൻഡ് ലിയോ എന്ന് പറയുന്നത് സ്പീഷീസ് നെയിം അഥവാ സ്പെസിഫിക് എപ്പിത്തറ്റ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ജീനസ് നെയിം എപ്പോഴും എന്തിൽ സ്റ്റാർട്ട് ചെയ്യണം? ഇറ്റ് ഓൾവേസ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. അപ്പൊ ക്യാപിറ്റൽ P ആയിരിക്കണം. സ്പെസിഫിക് എപ്പിത്തറ്റ് ഷുഡ് ഓൾവേസ് ബിഗിൻ വിത്ത് എ സ്മോൾ ലെറ്റർ. അപ്പൊ സ്മോൾ L ആയിരിക്കണം അല്ലെ. നിങ്ങൾ നോക്കിക്കേ, പാന്തറ ലിയോ P ക്യാപിറ്റൽ ആണ്, L സ്മോൾ ലെറ്റർ ആണ് അല്ലെ. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, P സ്മോൾ ലെറ്റർ, L സ്മോൾ ലെറ്റർ. ഇത് P ക്യാപിറ്റൽ ലെറ്റർ, L ക്യാപിറ്റൽ ലെറ്റർ. ഇവിടെ P സ്മോൾ ലെറ്റർ, L ക്യാപിറ്റൽ ലെറ്റർ. ഇതെല്ലാം തെറ്റാണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ A. The disorder in which stone or insoluble mass of crystallized salts formed within the kidney. അതായത് നമ്മുടെ കിഡ്നിയുടെ ഉള്ളിൽ എന്താണ് ഇങ്ങനെ ക്രിസ്റ്റലൈസ്ഡ് എന്തുണ്ട്? സോൾട്ടുകൾ ഉണ്ട് അല്ലെ. ഓക്സാലൈഡ്സിന്റെ സൾഫൈഡ്സിന്റെ ഒക്കെ എന്താണ്? ഇങ്ങനെ ക്രിസ്റ്റൽ ഫോംസ് നമ്മുടെ കിഡ്നിയുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നു അല്ലെ. കല്ലുകളാണ്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? കിഡ്നി സ്റ്റോൺ അല്ലടാ. എന്താ വിളിക്കുന്നത്? കിഡ്നി സ്റ്റോൺ എന്ന് വിളിക്കും. കിഡ്നി സ്റ്റോൺ എന്ന് വിളിക്കും. അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഇറ്റ് ഇസ് കോൾഡ് ആസ് റീനൽ കാൽക്കുലായി. എന്താ വിളിക്കുക? റീനൽ കാൽക്കുലായി എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ അല്ലേ. അപ്പം ഡിസോർഡേഴ്സ് പഠിച്ചു വെച്ചോളൂ. അതിപ്പം ലോക്കോമോഷണൽ മൂവ്മെന്റിലും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിലും അതേപോലെ തന്നെ നമ്മുടെ ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിലും എക്സ്ക്രീഷനിലും ഒക്കെ എന്തുണ്ട്? ഡിസോർഡേഴ്സ് ഉണ്ട്. ഡിസോർഡേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദ്യം ചോദിച്ചു കാണാറുണ്ട്. സോ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ അല്ലേ. യെസ്, അടുത്തത് name the fluid filled space that separate the membrane of pre and post synaptic neuron at a chemical synapse. അപ്പൊ കെമിക്കൽ സിനാപ്സിൽ നമുക്കറിയാം രണ്ട് ന്യൂറോണുകളെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് കാണാൻ പറ്റും അല്ലെ. ഓക്കെ, അതായത് ക്ലോസ് പ്രോക്സിമിറ്റിയിൽ അല്ലല്ലോ രണ്ട് ന്യൂറോണുകളും, അതാണല്ലോ കെമിക്കൽ സിനാപ്സ്. സോ ഇവിടെ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിന്റെ മെംബ്രെയിൻ, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിന്റെ മെംബ്രെയിൻ അല്ലെ. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിന്റെ മെംബ്രെയിൻ, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിന്റെ മെംബ്രെയിൻ. ഇതിനെ രണ്ടിനെയും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തുണ്ടാവും? ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാവും. അതൊരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ആണ്. ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. എന്താ വിളിക്കുന്നത്? സിനാപ്റ്റിക് ക്ലെഫ്റ്റ് അല്ലെ. സിനാപ്റ്റിക് വിടവ്, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്.
ഓക്കെ 2022 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ഓവ്യുലേഷൻ ദ റപ്ചേർഡ് ഫോളിക്കിൾ ഇൻ ഓവറി ഈസ് കൺവേർട്ടഡ് ടു എ സ്ട്രക്ചർ കോൾഡ്, അതായത് ഓവുലേഷന്റെ സമയത്ത് നമുക്കറിയാം ഗ്രാഫിൻ ഫോളിക്കിൾ പൊട്ടിയിട്ടാണ് അത് ഓവത്തിനെ റിലീസ് ചെയ്യുന്നത് അല്ലെ, ആ പ്രോസസ്സാണ് ഓവുലേഷൻ. അപ്പൊ ഈ ഗ്രാഫിൻ ഫോളിക്കിൾ പിന്നീട് എന്തായിട്ട് മാറും? ഓവത്തിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാഫിൻ ഫോളിക്കിൾ, അതായത് റപ്ചേർഡ് ഗ്രാഫിൻ ഫോളിക്കിൾ എന്തായിട്ട് മാറുന്നു? കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും അല്ലെ. എന്താണ് കോർപ്പസ് ലൂട്ടിയം? കോർപ്പസ് ല്യൂട്ടിയം. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കും. കോർപ്പസ് ല്യൂട്ടിയം ആണ് പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുക. പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുക. ഈ പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ എന്തിനാവശ്യമാണ്? ടു മെയിൻറ്റെയിൻ പ്രഗ്നൻസി. അല്ലടാ, ടു മെയിൻറ്റെയിൻ പ്രഗ്നൻസി. ഓക്കെ അല്ലേ? നെയിം ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ അനിമൽ വേൾഡ്. അനിമൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻ ആണ് കൊളാജൻ. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അതായത് ഹോൾ ഓഫ് ദ ബയോസ്ഫിയറിലെ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഏതാന്ന് ചോദിക്കുമ്പോൾ അതെന്താണ്? റുബിസ്കോ അല്ലെ. ദാറ്റ് ഈസ് റുബിസ്കോ. അത് റുബിസ്കോ ആണ് കേട്ടോ, മാറിപ്പോവരുത്. ആനിമൽ വേൾഡിൽ കൊളാജൻ, ബയോസ്ഫിയറിൽ റുബിസ്കോ ആണ്. ഐഡന്റിഫൈ ദ ഗ്രാഫ്. ഇതെന്ത് ഗ്രാഫാണ് മക്കളെ? നോക്കിക്കടാ. അതായത് എക്സ് ആക്സിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? PO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ആൻഡ് വൈ ആക്സിൽ കൊടുത്തിരിക്കുന്നത് പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. പാർഷ്യൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നു? ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള എഫിനിറ്റി കൂടുന്നു. അതായത് ഹീമോഗ്ലോബിന് ഓക്സിജനോടുള്ള ആ ഒരു പെർസെന്റേജ് സാച്ചുറേഷൻ അല്ലെങ്കിൽ എഫിനിറ്റി കൂടുന്നു അല്ലെ. സോ ഇത് കാണിക്കുന്നത് ഏത് ഗ്രാഫാണ്? വെരി ഇമ്പോർട്ടന്റ്. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്കിനൊക്കെ തുടരെ ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയാം, ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഇനി 2021 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹാർഡ് സൗണ്ട് ഏതാണടാ? ലബ്ഡബ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ടക് 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 എന്നൊന്നും പറയാൻ പാടില്ല. സോ ലബ്ഡബ് ആണ്. സോ ഇറ്റ് ഇസ് കോസ്ഡ് ഡ്യൂ ടു ലബ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ക്ലോഷർ ഓഫ് ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൾവ്, അതായത് ഏട്രിയോ വെൻട്രിക്കുലാർ വാൾവ്സ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡബ് സൗണ്ട് ഉണ്ടാവുന്നതോ? ക്ലോഷർ ഓഫ് സെമി ലൂണാർ വാൾവ്സ്. ഓക്കെ, അതായത് നമ്മുടെ ഏട്രിയൽ വാൾവ്, പൾമണറി വാൾവ് ഒക്കെ ഇല്ലേ, സോറി ഏട്രിയൽ വാൾവ് എന്നായിപ്പോ, എന്താണ് അയോട്ടിക് വാൾവ് അല്ലെ, അയോട്ടിക് വാൾവ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പൾമണറി വാൾവ്. ഇത് രണ്ടുമാണല്ലോ സെമി ലൂണാർ വാൾവ്സ്. ഈ വാൾവുകൾ അടയ്ക്കുന്ന സമയത്താണ് എന്ത് വരുന്നത്? ഈ ഒരു ഡബ് എന്ന് പറയുന്ന സൗണ്ട് വരുന്നത് കേട്ടോ. അപ്പം ലബ് വരുന്നത് എപ്പോഴാണ്? ക്ലോഷർ ഓഫ് ഏട്രിയോ വെൻട്രിക്കുലാർ വാൾവ്, അതായത് ട്രൈ ആൻഡ് ബൈകസ്പിഡ് വാൾവും. ഡബ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ക്ലോഷർ ഓഫ് സെമി ലൂണാർ വാൾവ്സ്, അതായത് നമ്മുടെ അയോട്ടിക് വാൾവും പൾമണറി വാൾവും കേട്ടോ. ഓക്കെ, ക്ലോഷറിന്റെ സമയത്താണ്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഐഡന്റിഫൈ ദ പിക്ചർ. ഈ കൊടുത്തിരിക്കുന്നത് എന്ത് പിക്ചർ ആണ്? ദിസ് ഇസ് നിഡോബ്ലാസ്റ്റ്. അപ്പൊ തന്നെ ഫൈലം കിട്ടിയല്ലോ. നിഡേരിയ എന്ന് പറയുന്ന ഫൈലത്തിന്റെ പ്രത്യേകതയാണ് അല്ലെ നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഹൗ ഡസ് ദ സ്ട്രക്ചർ ഹെൽപ്സ് ദ ഓർഗാനിസം? എന്താണ് ഈ സ്ട്രക്ചർ? നിഡോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻസ്. ഒന്ന്, പ്രേ ക്യാപ്ചർ, ഇരയെ പിടിക്കാൻ സഹായിക്കും. ഓക്കെ, പ്രിഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും അല്ലെ, എസ്കേപ്പ് ഫ്രം പ്രിഡേറ്റേഴ്സ്. അതായത് ഡിഫൻസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ എന്തിനാണ് സഹായിക്കുന്നത്? ആങ്കറേജിന് സഹായിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ അല്ലേ? സോ പ്രേ ക്യാപ്ചർ, ഡിഫൻസ് ആൻഡ് ആങ്കറേജ്. ഓക്കെ, നിഡോബ്ലാസ്റ്റ് ആണ്, ഫൈലം നിഡേരിയ. അടുത്ത ക്വസ്റ്റ്യൻ. നെയിം ദ ഫ്ലോയിങ് സ്ട്രക്ചർ വിച്ച് കണക്ട്സ് ടു സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. അതായത് നമുക്കറിയാം സെറിബ്രം ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ, അത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. ഓക്കെ, അപ്പം ഈ 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് കെല്ലോസം. ഓക്കെ അല്ലേ? 4 റൗണ്ട് സ്വെല്ലിങ്സ് ഇൻ മിഡ് ബ്രെയിനിൽ കാണുന്ന 4 ഉരുണ്ട ആ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരെന്താണ്? കോർപ്പോറ ക്വാഡ്രിജെമിന എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, മാറിപ്പോവരുത്. കോർപ്പസ് കെല്ലോസം ആണ് ദ സ്ട്രക്ചർ വിച്ച് കണക്ട്സ് ടു സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. 4 റൗണ്ടഡ് സ്വെല്ലിങ്സ് ഇൻ മിഡ് ബ്രെയിൻ ഇസ് കോർപ്പോറ ക്വാഡ്രിജെമിന. Okay, respiratory disorder in which alveolar walls are damaged due to which respiratory surfaces decreased. അതായത് നന്നായിട്ട് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരിൽ സിഗരറ്റിലുള്ള ടൊബാക്കോയിൽ കാണുന്ന നിക്കോട്ടിനും ടാറൊക്കെ അടിഞ്ഞു കൂടിയിട്ട് അവരുടെ ആൽവിയോളർ വാൾ ഡാമേജ് ആയി പോകുന്നു. അപ്പൊ ആൽവിയോളയുടെ എണ്ണം 2 ലങ്സിലും കുറയും, റെസ്പിറേറ്ററി സർഫസ് ഏരിയ കുറയും. ഈ രോഗത്തിനെ വിളിക്കുന്ന പേരെന്താണ്? എംഫിസിമ. ഓക്കെ, എംഫിസിമ ക്രോണിക് ഡിസോർഡർ ആണ്. സിഗരറ്റ് സ്മോക്കിംഗ് ആൾക്കാരിലാണ് ഇത് കാണുന്നത് കേട്ടോ, എംഫിസിമ. Prepare to correctly match the pairs from the given terms. അപ്പോൾ നമുക്കിവിടെ
കുറെ ടേംസ് കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ, കറക്റ്റ് ആയിട്ട് 2 പെയർ ഉണ്ടാക്കണം. പക്ഷെ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഒരു പെയർ നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തു നിന്നാണ്, ഒരു പെയർ ശരിക്കും വരുന്നത് ഒഴിവാക്കിയിട്ടുള്ള ഭാഗത്തു നിന്നായിരിക്കും. അപ്പൊ അത് വേണ്ട, ഒറ്റൊന്ന് മാത്രം മിസ് പറയുന്നുള്ളൂ. ഇപ്പൊ ഒമാറ്റിഡിയ ഒഴിവാക്കിയതാണ് സെൻസ് ഓർഗൻ, അതാണ് ഒരു പെയർ. ഒമാറ്റിഡിയ സെൻസ് ഓർഗൻ 2 ഒഴിവാക്കിയ പോർഷനിൽ നിന്നുള്ളതാണ്. മാൽപീജിയൻ ട്യൂബ്യൂള് ഗോബ്ലറ്റ് സെൽ ഒന്നും നമുക്ക് വേണ്ട. സോ ദ റൈറ്റ് ആൻസർ ഇസ് കാർഡിയാക് ടിഷ്യൂ. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ക്വസ്റ്റ്യൻ വെച്ചത് കേട്ടോ. ഓക്കെ, കാർഡിയാക് ടിഷ്യൂലാണ് എന്ത് കാണുന്നത് നമ്മൾ? ഇന്റർകലേറ്റഡ് ഡിസ്ക് കാണുന്നത് കേട്ടോ, ഒരു പെയർ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് കമന്റ്. ഗ്രാഫ് നോക്കിക്കടാ, എൻസൈം ആക്ഷൻ, ടെമ്പറേച്ചർ. അപ്പൊ ഈ ഗ്രാഫിലൂടെ നമുക്ക് എന്ത് മനസ്സിലാവും? അതായത് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ എൻസൈം ആക്ഷൻ അല്ലേ? അതായത് എൻസൈമിന്റെ പ്രവർത്തനത്തിൽ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് എന്താണ് എന്നുള്ളത് ഈ ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അറിയാലോ, അതായത് ടെമ്പറേച്ചർ കുറവാണ് എന്നുണ്ടെങ്കിൽ എൻസൈമിന്റെ ആക്ഷൻ എന്തായിരിക്കും? ലോ ആയിരിക്കും. ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ മാക്സിമം എൻസൈം ആക്ഷൻ ഉണ്ടാവുന്നു. ആൻഡ് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിലോ എന്താണ് പ്രശ്നം? ടെമ്പറേച്ചർ കൂടുതലാണ് എങ്കിൽ ഡീനാച്ചുറേഷൻ സംഭവിക്കും, എൻസൈം ഡീനാച്ചുർഡ് ആയി പോകുന്നു. ഓക്കെ അല്ലേ? അത് ഈ ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എൻസൈമിന്റെ ആക്ഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ പഠിച്ചു വെച്ചോളൂ. pH, ടെമ്പറേച്ചർ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഒക്കെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. യെസ്, ആൻഡ് ദ ലാസ്റ്റ് 2020 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ എൻസൈം ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. കണ്ടോ, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏതാണ്? കാർബോണിക് ആൻഹൈഡ്രേസ് ആണ് എക്സാമ്പിൾ. എക്സാമ്പിൾ അല്ലേ, എൻസൈം അല്ലേ? ഓക്കെ, എൻസൈം കേട്ടോ. ഓക്കെ അല്ലേ? Which among the following is a primary metabolite? Primary metabolite ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ആൽക്കലോയിഡ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സെക്കൻഡറി മെറ്റബോളൈറ്റിലാണ്. ആന്റിബയോട്ടിക്സ് അല്ല, ഫ്ലാവനോയിഡ്സ് അല്ല. റൈറ്റ് ആൻസർ ഇസ് അമിനോ ആസിഡ്സ്. പ്രൈമറി മെറ്റബോളൈറ്റ് ഏതാണ്? അമിനോ ആസിഡ്സ് ആണ്. നെയിം ദ പോർഷൻ ഓഫ് ദ മയോഫൈബ്രിൽ ബിറ്റ്വീൻ 2 സക്സസീവ് സെഡ് ലൈൻസ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. 2 അടുത്തടുത്ത് വരുന്ന സെഡ് ലൈനിന്റെ ഇടയിലുള്ള പോർഷൻ നമ്മൾ എന്ത് വിളിക്കും? ദ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ കോൺട്രാക്ഷൻ, സാർക്കോമിയർ എന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ഐഡന്റിഫൈ ദ വേർഡ് പെയർ ആപ്ലിക്കബിൾ ടു ഫൈലം ടിനോഫോറ. ടിനോഫോറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വേർഡ് പെയർ. ഇപ്പൊ നെഫ്രീഡിയ പാരപ്പോഡിയ ആണെങ്കിൽ ആനലിഡ എന്ന് പറയുന്ന ഫൈലമാണ് അല്ലെ? ഓക്കെ, പോളിപ് മെറ്റാജനസിസ് ആണെങ്കിൽ നിഡേരിയ. റാഡുല വിസറൽ ആകുമ്പോൾ മൊളസ്ക. So the right answer is comb plates and bioluminescence. It is the specific features of in the phylum Ctenophora. Unit of classification is എന്താണ്? സെൽ അല്ല, ജീനസ് അല്ല, സ്പീഷീസ് അല്ല. The right answer is യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ടാക്സോൺ ആണ് കേട്ടോ. ടാക്സോൺ ആണ്. ഓക്കെ, കംപ്ലീറ്റ് ആയല്ലോ. സോ മക്കളെ നോക്കിക്കേ, നമ്മൾ മാക്സിമം ബോട്ടണി സുവോളജിയിലുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിലും കൂടുതൽ ചോദ്യങ്ങൾ 1 മാർക്കും 2 മാർക്കും 3 മാർക്കും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും നമ്മുടെ ലൈവിലേക്ക് വരിക. ലൈവിലായിരിക്കും നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ലൈവിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കണ്ട് ഫുൾ മാർക്ക് വാങ്ങട്ടടാ. ഓക്കെ അല്ലേ? ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ലൈവിലേക്ക് വരിക. നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.